വൈകുന്നേരം ചെറുകടികൾ കഴിക്കാനായിട്ട് ഞങ്ങൾ പറഞ്ഞു എത്തിപ്പെട്ട സ്ഥലം വളപ്പ് ബീച്ചിലാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ കടികളൊന്നുമില്ല, അതിനു വേണ്ടി കിഡിലൻ ഐറ്റംസ് ഉണ്ടായിരുന്നേ. തണൽന്നാട്ടാ ഈ കുഞ്ഞു കടയുടെ പേര്. ഇവിടുത്തെ ആംബിയൻസ് ആട്ടാ എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുത്തിയത്. നമ്മുടെ ഫീഡ്ബാക്ക് ഒക്കെ ഏതാണ്ട് ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നിട്ട് അവിടെ നമുക്ക് ചായയൊക്കെ കുടിച്ച് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ഏരിയ ഉണ്ട് കേട്ടാ. പിന്നെ ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ബീച്ചാണ് കാണുന്നത്. ദേ ഈ ചേച്ചിയും ചേച്ചിയുടെ മോനും അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി തുടങ്ങിയ ഒരു ചെറിയ സംരംഭം ഉണ്ട്. ഞങ്ങൾ ചെന്ന സമയം എന്നാണെങ്കിൽ അടിപൊളിയായിരുന്നു. നല്ല പാലപ്പവും വിന്താലും പുട്ടും പോട്ടിയും കപ്പയും മീൻകറി പുട്ടും ബീഫും അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നിട്ട്. പിന്നെ നമുക്ക് ചൂട് ഓംപ്ലേറ്റ് വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, കയ്യോടെ ഉണ്ടാക്കി തരും. സത്യം പറയല്ലോ നല്ല കിഡിലും ഫുഡായിരുന്നിട്ടാ. നല്ല ഹോം മെയ്ഡ് ഫുഡായതുകൊണ്ട് തന്നെ നല്ല രുചി ഉണ്ടായിരുന്നു എല്ലാത്തിനും. പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് ആ പാലപ്പം വിന്താലും ആട്ടാ കിഡിലനായിട്ട് വരുന്നേ. ഈ മുതലാണ് ഒരു ചായ അടിക്കാൻ പോയി ഞങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് കേട്ടാ. റീനോനെ അറിയാലോ, നല്ലൊരു ടാറ്റു ആർട്ടിസ്റ്റ് ആണ്, അതേപോലെ തന്നെ നല്ലൊരു ഫുഡിയുമാണ് ആള്. എന്താണെങ്കിലും അവൻ കൊണ്ടുവന്ന സ്ഥലം വെറുതെ ഇല്ല, നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാനായിട്ട് പറ്റി. വിന്താലുലൊക്കെ ഇക്കാണുന്ന ടൈപ്പ് 3 വലിയ പീസ് ഉണ്ടായിരുന്നിട്ട്. എല്ലാത്തിനും അഫോർഡബിൾ റേറ്റേ ഉണ്ടായുള്ളൂ. പിന്നെ പോട്ടി, നമ്മുടെ നാടൻ പോട്ടിക്കറി. അപ്പൊ നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വളപ്പ് ബീച്ചിന്റെ മെയിൻ എൻട്രൻസിൽ നിന്ന് റൈറ്റിലോട്ട് തിരിയുമ്പോഴാണ് കേട്ടോ. അപ്പൊ എല്ലാരും പോയി കഴിച്ചു നോക്കി അഭിപ്രായം പറയണേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.